അപ്പോൾ അതാ നമ്മൾ ഇന്നൊന്ന് ഫീൽഡിൽ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബാഗൊക്കെ ആയിട്ടാണ് പോണത്. ബാഗിൽ ഇതാ അച്ചാറ്. അപ്പോൾ ഇതൊന്ന് പുറത്തൊന്ന് ഇറങ്ങി കറങ്ങിയിട്ട് വരട്ടെ. പിന്നെ നമ്മുടെ ഡോക്ടർ ചോദിച്ച ഡോക്ടർക്കുള്ളത് എത്തിച്ചു കൊടുത്തിട്ടില്ല. അപ്പം അതൊന്നും അവിടെ എത്തിച്ചും കൊടുക്കണം. പിന്നെ ബാക്കി ആർക്കെങ്കിലൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇതുകൊണ്ട് പോകണം. വീട്ട് എത്രയും വേഗം പോയി തിരിച്ചു വരണം എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ ഞാനിപ്പോൾ ഒരു തോനെയൊന്നും എടുത്തിട്ടില്ല. ഒരു 10-15 ബോട്ടിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമ്മളിതാ ഈ ബാഗിലാണ് ആക്കിയിട്ടുള്ളത്. ഇതൊന്നും പോകുമോ എന്താണെന്ന് അറിയില്ല. അല്ല, നന്നായി സീൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കൊണ്ട് പോവാ എന്നുള്ളൊരു തീരുമാനമാണെന്ന്. സിബടച്ചതാട്ടോ, ആരും ഒന്നും വിചാരിക്കണ്ട. അതൊക്കെ ഒരു കയ്യിൽ ഫോണല്ലേ, എനിക്ക് അടയ്ക്കാൻ പറ്റിയില്ല, അത് കാരണമാണ്. അപ്പം എന്നാൽ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ അതൊന്ന് കൊണ്ടുപോയി സെയിൽ ചെയ്തിട്ട് വരട്ടെ. വേഗം വരണം, നല്ല വെയിലാണ്. എന്നാലും വേണ്ടില്ല, പോട്ടെ. വെയിലാണ് പറഞ്ഞിട്ട് വീട്ടിലിരുന്നാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ. നമുക്ക് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. അപ്പം എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക. എടുത്ത ബോട്ടിലൊക്കെ ഒന്ന് സെയിലായി കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. എത്രയും വേഗം കൊടുത്തിട്ട് വരണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ. പോയി ഇത് കൊടുത്ത് ഇത് സെയിലാക്കി എന്നിട്ട് വേണം എനിക്ക് തിരിച്ചു വരാൻ. ഉറങ്ങാ, അവിടെ ആരുടെയും ശബ്ദമൊന്നും കേൾക്കാമല്ല. ഞാനെന്നെ കുറേ വിളിച്ചപ്പോൾ ആരും കാണാനുമില്ല, കേൾക്കണമില്ല. അപ്പം ഇന്നഞ്ഞി അവർ ഉണരുമ്പോൾ അറിയട്ടെ ഞാനവിടെ അല്ല എന്നുള്ളത്, അല്ലേ. നമുക്ക് പോയി വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വേറെ എന്താ വിശേഷം? എല്ലാവരും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ കാണുന്നവർ ഇത് ഈ തൊടി കൂടെ കയറാച്ചിട്ടാട്ടോ. നമുക്ക് എളുപ്പം അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ തൊടി കൂടെ അങ്ങനെ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ കാണുന്നവരൊന്ന് സബ് ചെയ്ത് കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചിലർ സബ് ചെയ്യുക എന്നിട്ടത് വീണ്ടും തിരിച്ചെടുക്കണു. സബ് ചെയ്തതിനെ തിരിച്ച് തന്നെ അവർ തന്നെ വീണ്ടും അതിനെ ഒന്നുകിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാനായിട്ടായിരിക്കാം ചെയ്തത്, എന്താണെന്നറിയില്ല. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തിരിച്ചടിച്ചിരിക്കണം. ദയവ് ഇത് അങ്ങനെ ആരും ചെയ്യല്ലേ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് ചെറിയ പോരായ്മകൾ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് അത്ര വലിയ പരിചയം പോരാ. പക്ഷെ എനിക്ക് തുടങ്ങണം എന്നതിൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇത് തുടങ്ങിയത്. അതിലെന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടാവും, മിസ്റ്റേക്ക് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ചാനൽ കാണുന്നവരൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ.